അതായത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന ആശയം എന്ന് പറയുന്നത്, കേരളത്തിനകത്ത് പോകുന്ന വാഹനങ്ങൾ പരമാവധി ദീർഘദൂര സർവീസുകളെ എയർ കണ്ടീഷനാക്കി മാറ്റുക എന്നുള്ളതാണ്. കാരണം കാലാവസ്ഥ മാറി. മനുഷ്യന് എ സി എന്ന് പറയുന്നത് ഇപ്പോൾ കാറ് വാങ്ങിച്ചാൽ പോലും ആഡംബരമല്ല. പണ്ട് മാരുതി കാർ വാങ്ങിക്കുമ്പോൾ എ സി ഇല്ലാത്ത വണ്ടി ഉണ്ടായിരുന്നു. എ സി ഇല്ലാത്ത വണ്ടി കിട്ടത്തില്ല. അപ്പോൾ എ സി എന്ന് പറയുന്നത് ആഡംബരം. അപ്പോൾ സാധാരണക്കാരന് ദീർഘയാത്ര ചെയ്യുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ബസ്സിലേക്ക് ആകർഷിക്കണമെങ്കിൽ എയർ കണ്ടീഷൻ ബസ്സുകൾ വരണം എന്നുള്ളതാണ്. കാലം മാറിപ്പോയി. അതുകൊണ്ട് നമ്മൾ കേരളത്തിനകത്തോടുന്ന വണ്ടികൾ, ഈ വരുന്ന 10 വണ്ടികളും അതിനെ തുടർന്ന് വരാൻ പോകുന്ന 30 വണ്ടികളും കേരളത്തിനകത്തോടാൻ വേണ്ടിയിട്ടാണ്, അന്തർ സംസ്ഥാന ഓട്ടത്തിനല്ല. കേരളത്തിനകത്ത് സൂപ്പർ ഫാസ്റ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിന് പകരം ഇത് ഓടിക്കും. ആ തുടക്കത്തിൽ വരുന്ന തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്, തിരുവനന്തപുരം തൃശ്ശൂർ, തൃശ്ശൂർ പാലക്കാട്, അവിടെ നിന്ന് ഇങ്ങോട്ടും വണ്ടി വരും. 10 വണ്ടികൾ ഒരു വണ്ടി ഞങ്ങൾ മാറ്റിയിടാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും മെക്കാനിക്കൽ ഡിഫക്റ്റോ ക്ലീനിങ് ഒക്കെ വരും. 9 വണ്ടിയെ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 10ാമത്തെ വണ്ടി ക്ലീനിങ്ങിനും മറ്റു കാരണം അതിങ്ങനെ റൊട്ടീനെ മാറി വരും, റൊട്ടേഷനിൽ വരും. അപ്പോൾ വണ്ടി ക്ലീൻ ആയിരിക്കും. അതിനകത്ത് വൈഫൈ ഉണ്ടാകും. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, വൈഫൈ ഏർപ്പെടുത്താനുള്ള ഒരു 1 GB വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത് വെറുതെ പറയുന്നൊന്നുമില്ല, നടക്കുന്ന കാര്യം പറയത്തുള്ളൂ, പറഞ്ഞ കാര്യം നടക്കുകയും ചെയ്യും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.